ശിവാസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുംഭാഷ്ടമി വിശേഷങ്ങളാണ്. വൈക്കത്തഷ്ടമി കഴിഞ്ഞാൽ പിന്നെ വൈക്കം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷമാണ് കുംഭാഷ്ടമി. വൈക്കത്തപ്പൻ്റെ കിഴക്കോട്ടാറാട്ടാണ് കുംഭാഷ്ടമി എന്നറിയപ്പെടുന്നത്. വൈക്കത്തഷ്ടമി കഴിഞ്ഞാൽ പിന്നെ കുംഭാഷ്ടമിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. വൈക്കം ക്ഷേത്രത്തിന് കിഴക്കുള്ള തൻ്റെ ഭൂമിയും അവിടുത്തെ പ്രജകളെയും കാണുന്നതിന് വേണ്ടി മഹാദേവൻ തൻ്റെ മകനായ ഉദയനാപുരത്തപ്പനെയും കൂട്ടി കിഴക്കോട്ട് എഴുന്നള്ളുന്നതാണ് കുംഭാഷ്ടമിയുടെ ഐതിഹ്യം. വൈക്കം ക്ഷേത്രത്തിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള കള്ളാട്ടുശ്ശേരിയിലേക്കാണ് പ്രധാന എഴുന്നള്ളിപ്പ്. ഇതിനിടയിൽ വാഴമന കൊട്ടാരത്തിലും കൂർക്കശ്ശേരിയിലും ഇറക്കിപ്പൂജയും മറ്റും ഉണ്ടാവും. ഭഗവാന്മാർ കടന്നു പോകുന്ന വഴികളിലെല്ലാം ആയിരക്കണക്കിന് നെൽപ്പറകളും മറ്റ് കാർഷിക വിളകളും വച്ചാണ് ഭഗവാന്മാരെ ഭക്തജനങ്ങൾ വരവേൽക്കുന്നത്. ഇത്തവണ കുംഭാഷ്ടമിക്ക് ഭഗവാന്റെ തിടമ്പേറ്റുന്നത് മുണ്ടയ്ക്കൽ ശിവനന്ദനാണ്. എഴുന്നള്ളിപ്പ് തിരിച്ച് ക്ഷേത്രത്തിലെത്തിയ ശേഷം പുലർച്ചെ ഉദയനാപുരത്തപ്പൻ്റെ യാത്രയായപ്പോടുകൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉദയനാപുരത്തപ്പൻ്റെ വരവും വൈക്കത്തപ്പൻ മകനും ഒന്നിച്ച് കിഴക്കോട്ട് എഴുന്നള്ളുന്നതും കാണാം.
പിള്ളേരൊന്നുമില്ലേ? ഇല്ല അവരൊന്നും